നാട്ടിക ബീച്ചിൽ കരയിലേക്ക് ഇടിച്ചു കയറിയ ബോട്ട് തിരിച്ചിറക്കി. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുനമ്പത്ത് നിന്ന് പുറപ്പെട്ട മത്സ്യബന്ധന ബോട്ട് നാട്ടിക ബീച്ചിന് തെക്കുഭാഗത്തായി മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറിയത്. ആദ്യ ദിവസം 2 ബോട്ടുകളിലായി വടം കെട്ടി വലിച്ചെങ്കിലും വടം പൊട്ടിയതുമൂലം ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. കൂടുതൽ മണ്ണിൽ ഉറച്ചുപോയ ബോട്ട് 3 ദിവസമായിട്ടും തിരിച്ചിറക്കാൻ കഴിയാതായപ്പോൾ കൊല്ലം സ്വദേശി പട്ടം സേവിയറെ ബന്ധപ്പെടുകയായിരുന്നു. നിരവധി ബോട്ടുകൾ ഇതുപോലെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് പട്ടം സേവിയർ. പട്ടം സേവിയറുടെ നേതൃത്വത്തിലുള്ള സംഘം 2 ബോട്ടുകളിലായി ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി എത്തി. തുടർന്ന് ബോട്ടിന് ചുറ്റും വടം ഉപയോഗിച്ച് കെട്ടി. കിഴക്കോട്ട് മുഖമായി കിടന്നിരുന്ന ബോട്ട് കടലിലേക്ക് തിരിക്കുന്നതിനു വേണ്ടി ബോട്ടിന്റെ മുൻഭാഗം 2 വടം ഉപയോഗിച്ച് കൊല്ലത്തുനിന്നും വന്ന 2 ബോട്ടുകളിലായി ബന്ധിപ്പിച്ചു. ഉച്ചയോടെ കടലേറ്റം കുറഞ്ഞതോടുകൂടി രാത്രി ഏറ്റം കൂടുമ്പോൾ വലിക്കാനായി തീരുമാനിച്ചു. തുടർന്ന് 11 മണിയോടുകൂടി വലിച്ചു തുടങ്ങി. കടലിലേക്ക് തിരിഞ്ഞ ബോട്ട് പതിയെ കടലിലേക്ക് നീങ്ങി. 11:30 ആയപ്പോഴേക്കും കരയിൽ കിടന്നിരുന്ന ബോട്ട് പൂർണ്ണമായും വെള്ളത്തിലായി. പക്ഷേ മണ്ണിൽ കിടന്നതുമൂലം ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ തകരാറ് സംഭവിച്ചതുമൂലം ബോട്ട് പ്രവർത്തിപ്പിക്കാനായില്ല. തുടർന്ന് വടം കെട്ടിവലിച്ച് മുനമ്പത്തേക്ക് കൊണ്ടുപോയി. 2 വർഷം മുമ്പ് വലപ്പാട് ബീച്ചിൽ കരയിലേക്ക് ഇടിച്ചു കയറിയ ബോട്ട് പട്ടം സേവിയറുടെ നേതൃത്വത്തിൽ തിരിച്ച് കടലിലേക്ക് ഇറക്കിയിരുന്നു. നിരവധി ബോട്ടുകളുള്ള സേവിയർ പണി ചെയ്യാനും വടം കെട്ടാനും കെട്ടിയ വടത്തിൽ പിടിച്ച് അടുത്ത ബോട്ടിലേക്ക് സാഹസികമായി പോകുന്നതും കാണാമായിരുന്നു. നിരവധി ബോട്ടുകളാണ് ഇതേപോലെ സേവിയർ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വടം ബോട്ടിൽ ബന്ധിപ്പിക്കുമ്പോൾ വീണ് മുഖത്ത് പരിക്കേറ്റ് തമിഴ്നാട് സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോട്ടിന്റെ രക്ഷാപ്രവർത്തനം തീരും വരെ ബോട്ടിന്റെ ഉടമകളിലൊരാളായ തങ്കച്ചൻ മുഴുവൻ സമയവും നാട്ടിക ബീച്ചിൽ തന്നെ തുടർന്നിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗമായ KR ദാസനും ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്കും കൂടെയുണ്ടായിരുന്നു. ബോട്ട് പോയപ്പോൾ എല്ലാവർക്കും തങ്കച്ചൻ നന്ദി അറിയിച്ചു. വഴിപാടൊക്കെ ഉണ്ട്. എല്ലാത്തിനും വളരെയധികം നന്ദി. എല്ലാ ആളുകൾക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സഹകരിച്ചേരി കൂടി നന്ദി.